ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാ വൈൽഡ് കാർഡ് എൻട്രീസും വന്നു. അവരുടേതായ കാഴ്ചപ്പാടിൽ എന്തൊക്കെയാണ് വീക്ക് പോയിന്റ്സ്, ബാക്കിയുള്ള പ്ലെയേഴ്സിൻ്റെ ഒരു പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവർ പറഞ്ഞു. അത് കഴിഞ്ഞ് ഉണ്ടായ ഒരു സംഭവങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു ചെറിയൊരു സാധനം പറയാം. ചെറിയൊരു സാധനമല്ല, അത് ചർച്ച ചെയ്യപ്പെടേണ്ട സംഭവം തന്നെയാണ്. നമ്മുടെ അഭിഷേക്മാരുണ്ടല്ലോ, വൈൽഡ് കാർഡ് എൻട്രീസ്. ഒരാൾ LGBTQ സപ്പോർട്ട് ചെയ്യുന്ന ആൾ, അതിൽ തന്നെ ഒരു മെമ്പറാണ് പുള്ളി. ഓപ്പോസിറ്റ് നിൽക്കുന്നതാണെങ്കിൽ അഭിഷേക് ശ്രീകുമാർ ഈ ഒരു LGBTQവിന് എതിരെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയാണ്. വളരെ മോശമായ ഭാഷയിൽ തന്നെയാണ് പുള്ളിക്കാരൻ, ശരിക്കും മിസ്ലീഡിങ് ചെയ്യുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ അതിനെ എതിർക്കുന്നത്. ആ ഒരു സംഘടനയെ ആയാലും ആ ഒരു ആശയത്തെ ആയാലും ആ ഒരു കമ്മ്യൂണിറ്റിയെ ആയാലും എതിർക്കുന്നത് ആളുടെ ഒരുമാതിരി എന്താ പറയുക, ഒരു ക്രൂരതയൊക്കെ ചേർന്നിട്ടുള്ളൊരു ശബ്ദത്തോടു കൂടിയാണ് എതിർക്കുന്നത്. അതാണ് ഞാൻ പറയാൻ കാരണം. അതിൻ്റെ ഒരു ബിഗിനിങ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി തന്നെ എടുത്തിട്ടൊരു സംഭവമാണ്. ഈ ഒരു അഭിഷേക് ശ്രീകുമാർ തന്നെ എടുത്തിട്ടൊരു സംഭവമാണ്. റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സംസാരിക്കുന്നുണ്ട്, ഋഷിയുണ്ട്, കുറച്ച് പേരുണ്ട്. അപ്പോൾ ഈ ഒരു ഹോം മേറ്റ്സ് എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് ഈ ഒരു സർനെയിം വെച്ചിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ അഭിഷേക് S എന്നാണ്, ശ്രീകുമാറിൻ്റെ ഷോർട്ട് നെയിം S പറയുന്നുണ്ട്. മറ്റേ ആളൊരു മിഡിൽ നെയിം ഉണ്ട്, K എന്നാണ്. അപ്പോൾ അഭിഷേക് K എന്നാണ് അവരെ വിളിക്കുന്നത്. അപ്പോൾ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവന്നാണ് ബിഗ് ബോസ് വിളിക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടി. ഒരു ആരെയാണ് വിളിക്കുന്നതെന്ന് അറിയേണ്ടത്. ഇതിപ്പോൾ രണ്ടുപേരും ഒരേ പേരായതുകൊണ്ട് അഭിഷേക് എന്ന് വിളിച്ചാൽ രണ്ടും എണീറ്റ് നിൽക്കും. രണ്ടും ആണെങ്കിലോ ക്ലാസ്സിലല്ല എവിടെ തൂക്കിയാലും ഒരുമിച്ച് തൂങ്ങാത്ത സാധനങ്ങൾ. അപ്പോൾ പിന്നെ പുള്ളി അവിടെ ഇരുന്ന് വളരെ നല്ല രീതിയിലുള്ള ഹെൽത്തിയർ വേയിലുള്ള സംസാരമായിരുന്നു അഭിഷേക് ജയദീപ്. ഇങ്ങനെ വന്നിട്ട് Kയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ Kയുടെ ഫുൾ ഫോം വീട്ടുപേരെന്തോ പറഞ്ഞ സമയത്ത് ഞാൻ വേറെ എന്താണ്ടാണെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. എന്താ വിചാരിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ ആ വേർഡ് എന്തായാലും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ആയതുകൊണ്ട് പറയുന്നില്ല, എനിക്ക് ചില വാക്കുകൾ പറയാൻ തോന്നുന്നുണ്ട്, ഇവിടെ ആയതുകൊണ്ട് പറയുന്നില്ല എന്നുള്ള രീതിയിൽ വളരെ മാന്യമായ രീതിയിൽ തന്നെ അതിനെ അങ്ങോട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്തു പുള്ളി അഭിഷേക് ജയദീപ്. അഭിഷേക് ജയദീപിൻ്റെയും ചില മോശമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കൊറിയൻ മല്ലുവിനെ കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. കൊറിയൻ മല്ലുവിനെയും അവരുടെ ഫാമിലിയെയും അവരുടെ കുട്ടിയെ വരെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ LGBTQവിൽ തന്നെയുള്ള അഭിഷേക് ജയദീപ്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെയുള്ള സത്യാവസ്ഥ നമുക്ക് വരും നാളുകളിൽ കാണാൻ പറ്റും. ഇവരൊക്കെ ഇത്തിരി ഹൈപ്പിലേക്ക് കയറുമ്പോഴായിരിക്കും ഓരോ അലിഗേഷൻസും ഇവരെ പറ്റിയുള്ള, ഇവർ പണ്ട് ചെയ്തിട്ടുള്ള ചെയ്തികളെല്ലാം ഹൈലൈറ്റ് ആയി വരിക. അതായത് ഇവർക്കിപ്പോൾ ഒരു ലൈം ലൈറ്റിൽ വന്നിട്ടില്ല, നമ്മളവരെ പറ്റി കൂടുതൽ അറിയുന്നേ ഉള്ളൂ. ഇപ്പം ഇവർ പറഞ്ഞൊരു ഇൻട്രൊഡക്ഷനും ഏഷ്യാനെറ്റ് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പറയുന്നൊരു ഇൻട്രൊഡക്ഷനൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെയല്ല റിയൽ ആയിട്ടുള്ളത്. ഇപ്പോൾ ജിൻഡോനെ പറ്റി ഇപ്പോൾ 100-150 പരം അലിഗേഷൻസാണ് വരുന്നത്. ജിമ്മിന് പോയപ്പോൾ അവിടെ ഇവിടെയും കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് തന്നെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. ശരണ്യ വരെ എന്തോ ഇന്നാൾ പറഞ്ഞു, വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എന്തോ പിടിച്ചു എന്ന് പറഞ്ഞാൽ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജിൻഡോ നോമിനേറ്റ് ചെയ്യവരുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെയുള്ള പല അലിഗേഷൻസും വരും. ഇപ്പോൾ അഭിഷേക് ജയദീപിനെതിരെ ആയാലും മറ്റേ പുള്ളിക്കാരനാണെങ്കിൽ അലിഗേഷനൊന്നും വേണ്ട. ഫോർ എക്സാമ്പിൾ പുള്ളി തന്നെ പറയുന്നുണ്ട് പുള്ളിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് വരെ ബാൻ ചെയ്തു. അമ്മാതിരി വിമർശനങ്ങളാണ് പുള്ളി ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും. അത്രേ ഉള്ളൂ. പിന്നെ അടുത്തത് നമ്മുടെ അരിയണ്ണൻ സായി കൃഷ്ണ, എൻ്റെ സുഹൃത്ത്, പോയി അടുത്ത ദിവസം തന്നെ ജാസ്മിൻ വേറെ ആരോ ഒരു കമൻറ്റ് പറഞ്ഞു, ഈ ഒരു രാത്രി ആയി കഴിഞ്ഞാൽ വിദേശ യാത്രയ്ക്കൊന്നും പോകണ്ട, അതായത് ഈ ഒരു പോൺ വീഡിയോസ് ഒന്നും കാണണ്ടെന്നായിരിക്കും ഉദ്ദേശിച്ച് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ. ബിഗ് ബോസ് കണ്ടാൽ മതിയെന്ന് ചില ആളുകൾ പറഞ്ഞത് കേട്ടു എന്ന്. ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ലൈവിലായിരുന്നു, മുഴുവനായിട്ട് കാണാൻ പറ്റിയില്ല. ഈ ഒരു സംഭവം കേട്ടതോടെ ജാസ്മിന് ആദ്യം കയറി. അപ്പോൾ ജാസ്മിനൊന്നും അറിയാത്ത പോലെ ഇങ്ങനെ പോയിട്ട് വിദേശയാത്ര അതെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ സായി ബ്രോയിൻ്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെ ചൂന്നറിയാൻ നോക്കി, ചക്ക ചൂന്ന് നോക്കില്ല അതുപോലെ. അങ്ങനെ സായി ബ്രോ തൊട്ടില്ല എന്ന് പറഞ്ഞ കുറേ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഈ ഒരു ഇൻ്റർവ്യൂസിൻ്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ജാസ്മിനോട് പറയുകയുണ്ടായി. അപ്പോൾ തന്നെ ബിഗ് ബോസ് വാണിങ്ങും കൊടുത്തു. ഇതിലിപ്പോൾ സായി ബ്രോയെ വിമർശിക്കാൻ വേണ്ടി കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. 2 ദിവസം ആയിട്ടുള്ളൂ. അവരിപ്പോൾ ഇന്നാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഇന്നലത്തേതാണല്ലോ ഒന്ന് കാണുന്നത്. അപ്പോൾ 2 ദിവസം ഇപ്പോൾ ആയിട്ടുള്ളൂ. വിമർശിക്കാറായോ എന്നുള്ളത് അറിയില്ല. എന്നാലും നമുക്കൊക്കെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് ഇത്തിരി താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടാവും, സ്വാഭാവികമാണ്.
പക്ഷെ കുറേ ഹെയ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ഏതൊരു വ്യക്തിക്കും വരുന്നൊരു സാധനമാണ്, അതേപോലെ വരുന്നുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. വിമർശിക്കാൻ ഒരു ഇത് വരുവാണെന്നുണ്ടെങ്കിൽ, അവസരം വരുവാണെന്നുണ്ടെങ്കിൽ ഞാനായാലും വിമർശിക്കും. പേഴ്സണലായിട്ടുള്ള ആ ഒരു കണക്ഷനോ കാര്യങ്ങളോ നമ്മൾ നോക്കില്ല. വിമർശിക്കേണ്ടതാണെങ്കിൽ, വിമർശിക്കപ്പെടേണ്ടതാണെങ്കിൽ വിമർശിക്കുക തന്നെ വേണം. ഗെയിം നന്നായിട്ടില്ല എന്ന് വെച്ചാൽ ഗെയിം നന്നായിട്ടില്ല എന്ന് തന്നെ പറയണം. അതാണ് ജെനുവിനിറ്റി. അപ്പം എന്തായാലും പുള്ളി ഈ പറഞ്ഞ് വെച്ചിട്ട് ജാസ്മിൻ നല്ലപോലെ ഒന്നും കൂടി ഡൗൺ ആയി. അത് പുള്ളിയുടെ ഗെയിം പ്ലാൻ ആണോ എന്താണോ ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ല. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പുള്ളി ചെയ്യുന്നതിനിപ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാനൊന്നും പറ്റില്ല. പുള്ളിയുടെ ഗെയിം പ്ലാൻ തന്നെ ആയിരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ആവാൻ സാധ്യതയുണ്ട്, അത്രേ ഉള്ളൂ. ചിലവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഗെയിം പ്ലാൻ ആണ്, പുള്ളി അങ്ങനെ ഒന്നും കാണാതെ പോയതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തുമാവാം, ചിലപ്പോൾ ജാസ്മിൻ ഇമോഷണലായിട്ട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞതാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിനെപ്പറ്റി നല്ല ക്ലിയർ പിക്ചറുള്ള ആളാണ് സായി ബ്രോ. അതുകൊണ്ട് തന്നെ കുഴിയിൽ വീഴാൻ സാധ്യത കുറവാണ്. ജാസ്മിൻ എന്തൊക്കെ പറഞ്ഞാലും ഒടുവ് സായി ബ്രോയ്ക്ക് തന്നെ എതിരായി. നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ പേര് ജാൻമണിക്ക് നോമിനേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ജാൻമണിക്ക് നോമിനേഷൻ ഇപ്പോൾ വരാൻ കാരണം ആരാ? ഞാൻ ഉറച്ച ശബ്ദത്തോടെ പറയും, ശ്രീരേഖ. ആ ഒരു വ്യക്തി ആ ഹൗസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വൈൽഡ് കാർഡ് വന്നിട്ട് പറയുമായിരിക്കും ചിലപ്പോൾ ശാപവാക്കുകളെ പറ്റി. അല്ലാതെ അവിടുത്തെ ഒരു പുണ്ണാക്കന്മാരും ഒരു പിണ്ണാക്കുകളും പറയാൻ പോകുന്നില്ല. അതിപ്പോൾ ആണായാലും പെണ്ണായാലും അവിടെയുള്ള ഒറ്റ കണ്ടസ്റ്റൻസും പറയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ശ്രീരേഖ ഒരാളാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് പറഞ്ഞത്. യമുന ബാക്കിയുള്ളവരൊക്കെ പിന്നാലെ പോയിട്ട് നോണ്ടിക്കൊണ്ടിരിക്കും. ഇതിന് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ജാൻമണിയെ പറ്റി ഒന്നും ജാനു എന്താ ഒരു ഒലിപ്പിക്കല്. ബാക്കിയുള്ളവർക്കില്ലാത്ത എന്ത് സ്പെഷ്യാലിറ്റിയാണ് അവർക്കുള്ളത്. അവിടെ ഇപ്പോൾ ഏത് കമ്മ്യൂണിറ്റി ആയാലും, ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ആയാലും ശരി, ആണായാലും പെണ്ണായാലും ഗേ ആയാലും ലെസ്ബിയൻ ആയാലും LGBTQ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാവരും ഒരുപോലെയാണ്. എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെയാണ്, ഈക്വലായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അവിടെ ഈ ഒരു ഫേവറിസവും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഭയങ്കര മോശമാവും. ഋഷിക്കൊക്കെ നല്ലപോലെ ഉണ്ട്. അതുപോലെ തന്നെ ഋഷിക്കൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക്. അൻസിബയ്ക്കൊക്കെ കാര്യം പിടികിട്ടി. അൻസിബയ്ക്ക് ഗെയിം എന്താണെന്നുള്ളത് പിടികിട്ടി. പുള്ളിക്കാരുടെ ഗെയിം, അതായത് ഈ ചാണക്യതന്ത്രം, ഒരു ഭാഗത്ത് ഇരുന്ന് മറ്റേ അതുപോലെ തന്നെ ഭീഷ്മപർവ്വം എന്ന് പറയില്ലേ, കിടന്നുകൊണ്ട് തന്നെ യുദ്ധത്തെ ഫുള്ള് ഡയറക്റ്റ് ചെയ്യുന്നൊരു സംഭവം, അതേപോലെയുള്ളൊരു പാറ്റേൺ ആയിരുന്നു പുള്ളിക്കാരുടെ പാറ്റേണൊക്കെ പൊളിച്ചടുക്കി. കട്ടിൽ റാണി എന്നാണ് റിവ്യൂ ചെയ്യുമ്പോൾ പറയാറുള്ളതെന്ന് സായി ബ്രോ പറഞ്ഞു. അതുപോലെ തന്നെ ബെഡ്സിബ എന്നുള്ള പേരൊക്കെ ഉണ്ട്. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇനി ചിരിച്ചുരുളും. അൻസിബ ബെഡും കൂടി കൂട്ടിയിട്ട് ഇങ്ങോട്ട് ഉരുളേണ്ടി വരും. അതൊക്കെ കേട്ട് അവൾക്കേ ചിരി വരും. കാരണം അത്രയ്ക്കും വിമർശനങ്ങളാണ് വരുന്നത്. ഇപ്പം ആ ബെഡിൽ നിന്നൊന്ന് ഇറങ്ങി, ഇപ്പോൾ ഒന്ന് നടന്ന് നടക്കാലേ ഇത്തിരി എന്നുള്ളൊരു രീതിയിൽ. ഇപ്പോഴായാലും ആ നടത്തമൊക്കെ ഇത്തിരി സ്ലോ ആണ്. ഋഷിയൻ ഏതോ ഒരു ടാസ്കിനെ പറ്റി പറയുന്ന സമയത്ത് ഇന്നലെ ലാലേട്ടനോട് പറയുന്നുണ്ടായിരുന്നു, ഓടാത്ത അൻസിബ വരെ കഷ്ടപ്പെട്ട് ഓടിയിട്ടാണ് ടാസ്ക് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്താ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്നൊരു ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ ഒരു ജാൻമണിയും പിന്നെ അഭിഷേക് ശ്രീകുമാറുമാണ്. അഭിഷേക് ശ്രീകുമാർ ഒരു പൊട്ടത്തരം കാട്ടി. പിന്നെയും ഈ ഒരു നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റേ അഭിഷേക് ജയദേവിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ഒരു LGBTQ കമ്മ്യൂണിറ്റി സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വഴിതെറ്റിക്കുന്ന LGBTQ അവർക്കെതിരായിട്ടുള്ളൊരു സംഭവം, അവരുടെ അവകാശങ്ങളെ എന്തോ എതിർക്കുന്ന ഒരു സംഘടനയെ അഭിമുഖീകരിച്ച് വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് കേട്ടോ. കറക്റ്റായിട്ടുള്ള ആ ഒരു വാക്യം എനിക്കറിയില്ല. മാന്യമായിട്ടുള്ള രീതിയിലാണ് അഭിഷേക് ജയദേവ് അതിനും വിമർശിച്ചത്. ഇപ്പോൾ രൂക്ഷമായി വിമർശിക്കുന്നു. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ജീവിക്കുക എന്നൊക്കെ ഉള്ള രീതിയിൽ എല്ലാവരും ഇവനെ നോമിനേറ്റ് ചെയ്ത ഒരേ ഒരു റീസൺ പറഞ്ഞിട്ടാണ്. പിന്നെ ആ ഒരു വേർഡ് വേർഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, വേർഡ് യൂസ് ചെയ്തതിന് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. സായി ബ്രോ പോയിട്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള നോമിനേഷൻസ് ഒന്നും എടുത്ത് പറയേണ്ട ഒരു സംഭവമല്ല. അതാണ് സായി ബ്രോ പോയിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് ജാൻമണിയാണ്. ജാൻമണിയെ നോമിനേറ്റ് ചെയ്തിട്ട് പറയുന്നത് ആദ്യം റീസൺ പറയില്ല, എന്നിട്ട് ബിഗ് ബോസ് പറയും വ്യക്തമായ റീസൺ പറയണം എന്ന് പറയും. അപ്പോൾ ജാൻമണിയുടെ കാര്യത്തിൽ സായി ബ്രോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാക്ക് തന്നെയാണ്, പിന്നെ കരിയർ നശിപ്പിക്കുമെന്നൊക്കെയുള്ള ഭീഷണി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ ഒരു 2 റീസണാണ് പുള്ളി പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പുള്ളി എക്സ്റ്റെൻഡഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ജാൻമണി എല്ലാവർക്കും പേടിയാണ്, കരിയർ നശിപ്പിക്കുന്നു പറഞ്ഞിട്ടോ എന്തിനോ പേടിയാണ്. അത് ഇത്തിരി സ്ഥാപിക്കുന്ന പോലെ തന്നെ തോന്നി. കരിയർ നശിപ്പിക്കും എന്നുള്ള രീതിയിലാണ് തോന്നി. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ഇവരുടെ പ്രാക്ക് പേടിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരായാലും പേടിച്ചു പോകും. നിരീശ്വരവാദികൾ വരെ ഒന്ന് ചിന്തിച്ചു പോകും.
ഈശ്വര എന്ത് പ്രാക്കാത്. സായി ബ്രോനെ ആയാലും പ്രാഗി കഴിഞ്ഞാൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് അയ്യോ എന്തത് എജ്ജാതി സാധനം അതെന്ന് ചിന്തിച്ചു പോകും. പുള്ളി എത്തിസ്റ്റൊക്കെയാണ്, എന്നാലും ചെറുതായിട്ടെങ്കിലും ഒന്ന് ചിന്തിച്ചു ഇത്ര നെഗറ്റിവിറ്റിയോ എന്ന്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ നോക്കിക്കൊള്ളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും, ഞാൻ ശരിയേ ചെയ്യുള്ളൂ, എൻ്റെ അടുത്ത് റോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞാനും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് മുട്ടുന്യായം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവർ ചെയ്ത തെറ്റിനെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അഭിഷേക് ജയദേവ് അവരായിട്ട് നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്, അതായത് അവരെ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഇപ്പോൾ അഭിഷേക് ജയദേവ്. പക്ഷെ പുള്ളി പറഞ്ഞിട്ട് പോലും ഇവരൊരു പൊട്ടിക്ക് പോലും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. പുറത്തെന്തോ ഇവർക്ക് സപ്പോർട്ട് ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണ ഇവർക്കുണ്ട്. അപ്പം എന്തായാലും അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്നൊക്കെയാണ് പുള്ളിക്കാരനും പറയുന്നത്, അഭിഷേകം പറയുന്നത്. സായി ബ്രോ ഈ ഒരു പറഞ്ഞത് കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ ക്യാപ്റ്റൻ ജാസ്മിൻ ജാഫർ വരുന്നു. ജാസ്മിൻ ജാഫർ വന്നിട്ട് പറയുന്നു സായി ബാ, ഇങ്ങനെ വിളിക്കാൻ, സായി ബാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നോമിനേറ്റ് ചെയ്യുകയാണ്. അതായത് നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം ഈ ഒരു സംഭവം പുറത്തുള്ള കാര്യം ഞാൻ ചോദിച്ചാലും ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചോദിക്കും, പക്ഷെ അത് പറയാൻ പാടില്ല, പറഞ്ഞതും എന്നെ നല്ലപോലെ ഡൗൺ ആക്കുന്ന രീതിയിലാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. ഉള്ള കാര്യമല്ലേ പറഞ്ഞേ, ഇല്ലാത്തതാണോ പറഞ്ഞേ? അതുപോലെ എന്തൊക്കെ നാടകമാണ് ഗബ്രി, ഞാൻ കൈ പിടിച്ചതാണോ പ്രശ്നം, ഞാൻ കാലി പിടിച്ചതാണോ പ്രശ്നം? ഇവിടെ ഇങ്ങനെ ചൊറിയുന്ന സമയത്ത് ഗബ്രി എന്തോ പറഞ്ഞല്ലോ. ഇവിടെ ഇങ്ങനെ ചൊറിയുന്ന സമയത്ത് ഗബ്രി പറയുന്നു എന്താ നീ കാണിക്കുന്നതെന്ന്. അപ്പോൾ ജാസ്മിൻ പറയുന്നു എന്താ നമുക്ക് കാണണോ? അപ്പോൾ ഗബ്രി പറയുന്നു ആ കാണണം. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തും ഡാഷാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊന്നും അല്ലേ? പിന്നെ കുട്ടികൾ കാണുന്നതാണ്, സ്ത്രീകൾ കാണുന്നതാണ് എന്നൊക്കെയുള്ള ഡയലോഗ് അടിക്കാൻ ഈ ഒരു കണ്ടസ്റ്റൻറ്റിന്, അതായത് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ആൾക്കും ഗബ്രി എന്ന് പറയുന്ന ആൾക്കും ഒരർഹതയുമില്ല. ബാക്കിയുള്ളവർക്കൊക്കെ മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ചൊറിച്ചിലേ വരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും ഒരു സ്റ്റാൻഡേർഡ് ഇല്ലായ്മയാണ് പിന്നെയും കാണിക്കുന്നത്. അവരവർ കാണിക്കുന്നത് എന്താണെന്നുള്ള നല്ല ബോധ്യം ഉണ്ടായിട്ട് നാടകം കളിക്കുക, ബാക്കിയുള്ളവരെ പൊട്ടന്മാരാക്കുക ആളുകളെ, അത് ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല. അതുപോലെ തന്നെ സായി ബ്രോയെ പിന്നെ വേറൊരു കാരണം പറഞ്ഞത്, നോമിനേറ്റ് ചെയ്യാൻ വേറൊരു കാരണമായിട്ടുള്ളത് എന്താണ്, ഇപ്പോൾ ഇവരെ എല്ലാവർക്കും പേടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പേടിക്കുന്നവരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. ഇവരെയാണ് നോമിനേറ്റ് ചെയ്തത്, അതിനുള്ള റീസണാണ് പറഞ്ഞത് പ്രാക്കും ഭീഷണിയും. അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്റ്റെൻഡഡ് വേർഷനായിട്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനിൽ ഒരു കാര്യം പറഞ്ഞ് ബോധിപ്പിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ അതൊരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെയൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് സായിയെ ജാസ്മിൻ ഊക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഈ ഒരു സാധനം പുറത്തുള്ള കാര്യം പറഞ്ഞ ആ ഒരു റീസൺ പറഞ്ഞതിന് ഞാൻ യോജിക്കുന്നു. ജാസ്മിൻ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഈ ഒരു പോയിന്റ്, അതായത് പേടിക്കുന്നുണ്ടെങ്കിൽ പേടിക്കുന്നവരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ പേടിപ്പിക്കുന്നവരല്ല എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് മാസമായിട്ടും തോന്നുന്നില്ല, അതൊരു റീസണായിട്ടല്ല സായി ബ്രോ പറഞ്ഞിട്ടല്ലേ, അതൊരു എക്സ്റ്റൻഷൻ ടോക്കായിരുന്നു. ഈ ഒരു സാധനത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ മാത്രമായിരുന്നു അത്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അഭിഷേക് ശ്രീകുമാറിന് ഇപ്പം തന്നെ വീട്ടിൽ നല്ല ചീത്തപ്പേരായിട്ടുണ്ട്. ഇനി അഭിഷേക് ജയദീപിൻ്റെ ഇനിയിപ്പോൾ മാസ്ക് ഒക്കെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി പുറത്ത് വരുമോ? നല്ലൊരു പേഴ്സണാലിറ്റിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല, നമുക്കെന്തായാലും കണ്ടറിയാം. ഇതൊക്കെയാണ് ഇപ്പം എൻ്റെ അഭിപ്രായം. ഇന്നത്തെ ഒരു ലൈവും എപ്പിസോഡൊക്കെ കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. ഇനി വരും ദിവസങ്ങളിൽ എന്തായാലും കളി മാറും. പ്രോമോ വന്നിട്ടുണ്ട്, അതിലും അടിയൊക്കെ വരുന്നുണ്ട്. ബാക്കിയുള്ളവർ നല്ല സ്ട്രോങ് അണ്ടർസ്റ്റാൻഡ് തന്നെയാണ്. പൂജയൊന്നും ഒട്ടും മോശമില്ല. DJ സിബിനായാലും അടിപൊളിയാണ്. അഭിഷേകുമാരായാലും നല്ല, എല്ലാവരുടെയും ഒരു വെടിക്കുള്ള മരുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് വൈൽഡ് കാർഡിൽ? അതുപോലെ തന്നെ വീട്ടിൽ ഫേവറേറ്റ് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ സന്തോഷം. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നന്ദി, നമസ്കാരം.